നമസ്കാരം. SP-BSP സഖ്യം എല്ലാം കൊണ്ടും മുന്നിലോട്ട് പോകുമ്പോഴാണ് എട്ടിന്റെ പണിയുമായി ശിവപാൽ യാദവ് കോൺഗ്രസിലേക്ക് പോകുന്നത്. അതായത് SP-യിലെ സമാജ്വാദ് പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. നേരത്തെ അഖിലേഷിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അതോടൊപ്പം മുലായം സിംഗ് യാദവിന്റെ സഹോദരനാണ്. അഖിലേഷ് യാദവിന്റെ അമ്മാവനാണ് ശിവപാൽ യാദവ്. ശിവപാൽ യാദവ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സമാജ്വാദ് പാർട്ടിക്ക് കിട്ടിയ എട്ടിന്റെ പണി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം, ഒരുപാട് മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ ഒരുപാട് അണികളുള്ള ഒരു നേതാവാണ് ശിവപാൽ യാദവ്. ശിവപാൽ യാദവ് കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടിയതിനെ തുടർന്ന് കോൺഗ്രസിന് ഏറ്റവും നല്ല പ്രതീക്ഷ തന്നെയാണ് ഉത്തർപ്രദേശിൽ നൽകുന്നുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞിരുന്നു, മഹാസഖ്യത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് മുന്നോട്ട് പോകില്ല, മറിച്ച് ആ സഖ്യത്തിൽ നിന്ന് വിയോജിപ്പുള്ളവർ കോൺഗ്രസിലേക്ക് കടന്നു വന്നാൽ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശിവപാൽ യാദവ് കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള ഏകദേശം ഒരു സ്ഥിരീകരണം കിട്ടിക്കഴിഞ്ഞു. ഇത് എന്തുകൊണ്ടും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഉപകാരം ചെയ്യും, മറിച്ച് ഇത് BJPക്ക് ഗുണമാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും SP-BSP സഖ്യത്തിന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ശിവപാൽ യാദവ് മറുകണ്ഠം ചാടിയത് എന്നുള്ളത്. അതായത് ശിവപാൽ യാദവിന്റെ സ്വാധീനത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ശിവപാൽ യാദവിന്റെ പ്രഗതിശീൽ പാർട്ടി നടത്തിയ ഒരു പരിപാടിയിൽ മുലായം സിംഗ് യാദവ് പങ്കെടുത്തിരുന്നു. മുലായം സിംഗ് യാദവ് ശിവപാൽ യാദവിന് എല്ലാവിധ പിന്തുണയും ആ വേദിയിൽ വെച്ച് പ്രകടിപ്പിച്ചിരുന്നു, നൽകിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ശിവപാൽ യാദവിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറിച്ച് ശിവപാലും അഖിലേഷ് യാദവും തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ശിവപാൽ യാദവ് ആയിരുന്നു സമാജ്വാദ് പാർട്ടിയിലെ മുതിർന്ന നേതാവ്. എന്നാൽ അഖിലേഷിന്റെ കടന്നുവരലോടുകൂടി ആ മുതിർന്ന നേതാവിനുള്ള ഒരു പരിഗണന പാർട്ടിക്കകത്ത് നിന്ന് പോയി. പിന്നീട് അഖിലേഷ് യാദവ് സമാജ്വാദ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. അഖിലേഷ് യാദവിലേക്ക് സമാജ്വാദ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ശിവപാൽ യാദവിനെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്നാണ് ശിവപാൽ യാദവ് സമാജ്വാദ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് പ്രഗതിശീൽ പാർട്ടി എന്ന ഒരു പാർട്ടിക്ക് രൂപം നൽകുകയും പിന്നീട് കോൺഗ്രസിലേക്ക് പോകുകയും ചെയ്യുന്ന ഒരു സുവർണ നിമിഷമാണ് കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചത്. ഇത് കോൺഗ്രസ് ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ശിവപാൽ യാദവിന്റെ കടന്നുവരൽ തീർച്ചയായും അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പോലും രാഹുൽ ഗാന്ധി മതേതരത്വ വോട്ടുകൾ അത് ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് അണികളോട് പറഞ്ഞിട്ടുണ്ട്, നേതൃത്വങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BSP-SP സഖ്യത്തിന് BJPയെ നേരിടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് രഹസ്യ പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനവും അണിയറയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും SP-യുടെ ഒരു മുതിർന്ന നേതാവ് മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ അഖിലേഷ് യാദവിന്റെ അമ്മാവൻ കോൺഗ്രസിലേക്ക് വരുന്നത് തീർച്ചയായും ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.